ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കാം. ഈ പ്രൊവൈഡ് ഹെഗീസ് വെൽക്കം ബാക്ക്. ത്രെഡ് ചേസിങ് ഡയൽ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഒരു ത്രെഡ് ചേസിങ് ഡയൽ എന്താണ്? ക്യാച്ച് ദ ത്രെഡ് ക്വിക്ക്ലി ആൻഡ് സേവ് മാനുവൽ ലേബർ. യൂസ് ഓഫ് എ ചേസിങ് ഡയൽ ഈസ് വെരി കോമൺ ഡ്യൂറിങ് ത്രെഡ് കട്ടിങ് ബൈ എ സിംഗിൾ പോയിൻ്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ത്രെഡ് ചേസിങ് ഡയലിൻ്റെ ഒരു ആക്സസറിയാണ്. ഇതിനകത്ത് എന്താണ്? ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ബോട്ടം ഭാഗത്തായിട്ട് ഒരു വോം വീലുണ്ട്, ടോപ്പ് പോർഷനിൽ ഒരു ഡയലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വോം വീൽ ഒരു ലീഡ് സ്ക്രൂവിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ലീഡ് സ്ക്രൂവിലേക്ക് മെഷ് ചെയ്യുന്നുണ്ട്, അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു ഡയലിനകത്ത് ഗ്രാജുവേഷൻസ് ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ മൊത്തം 8 ഗ്രാജുവേഷൻസ് ഉണ്ട്. അതായത് നമ്പേർഡ് ഗ്രാജുവേഷൻ 4 എണ്ണവും അൺനമ്പേർഡ് ആയിട്ടുള്ള ഗ്രാജുവേഷൻസ് ഇവിടെ വരയിട്ടിരിക്കുന്ന 4 എണ്ണം. അങ്ങനെ മൊത്തം 8 ഗ്രാജുവേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ടോട്ടൽ 8 ഗ്രാജുവേഷൻസ് ആണുള്ളത്. ഇവിടെ ഇതിൻ്റെ ഈ ഒരു വോം വീൽ കണ്ടോ? ഈ വോം വീലിൽ എത്ര ടീത്ത് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ വോം ഗിയർ. വോം ഗിയറുള്ള നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെ പ്രൊഡക്റ്റാണ്? നമ്പർ ഓഫ് ത്രെഡ് പെർ ഇഞ്ച് ഓഫ് ദ ലീഡ് സ്ക്രൂ. ഓക്കെ, ഒരു ലീഡ് സ്ക്രൂവിൽ 1 ഇഞ്ചിൽ എത്ര ത്രെഡ് ഉണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇൻറ്റു നമ്പേർഡ് ഡിവിഷൻ ഓൺ ദ ഡയൽ. ഈ ഡയലുള്ള നമ്പേർഡ് ഡിവിഷൻ എത്രയാണ്? നമ്പേർഡ് ഡിവിഷൻ 1, 2, 3, 4 ആണ് നമ്പേർഡ് ഡിവിഷൻ അല്ലേ. അപ്പം ഈ ഒരു വോം വീൽ ടീത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ത്രെഡ് പെർ ഇഞ്ച്, ഒരു ഇഞ്ചിൽ ഈ ലീഡ് സ്ക്രൂവിൽ എത്ര ത്രെഡ് ഉണ്ട് ഇൻറ്റു ഈ ഒരു ഡയലിൽ എത്ര നമ്പേർഡ് ഗ്രാജുവേഷൻ ഉണ്ട്. നമ്പേർഡ് ഗ്രാജുവേഷൻ എത്രയാണ്? 4 എണ്ണമാണ്. സോ അപ്പം നമുക്കിപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലീഡ് സ്ക്രൂ ഇപ്പം എക്സാമ്പിൾ 4 ആണെന്ന് വിചാരിക്കുക. ലീഡ് സ്ക്രൂ എന്ന് പറയുന്നത് 1 ഇഞ്ചിൽ 4 ത്രെഡ് ഉണ്ടോയെന്ന് വിചാരിക്കുക. അപ്പം 4 ഇൻറ്റു ഈ ഒരു ഡയൽ എത്രയാണ്? ഡയലിൻ്റെ ഗ്രാജുവേഷൻ നമ്പേർഡ് ഗ്രാജുവേഷൻ 4 ആണ്. സോ 4 ഇൻറ്റു 4 16. അപ്പോൾ ടീത്ത് എത്രയായിരിക്കും? 16 ടീത്ത് ആയിരിക്കും. സോ നമുക്കൊരു കാൽക്കുലേഷൻ നോക്കാം. ഇവിടെ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കാം. ഈ പ്രൊവൈഡ് എക്സാമ്പിൾ വോം വീൽ ഹാസ് 16 ടീത്ത്. വോം വീലിന് എത്രയാണ്? 16 ടീത്താണുള്ളത്. ആൻഡ് ലീഡ് സ്ക്രൂവ് 4 ത്രെഡ് പെർ ഇഞ്ച്. അതായത് ഒരു ലീഡ് സ്ക്രൂവിൽ 1 ഇഞ്ചിൽ എത്ര ടീത്തുണ്ട്? 4 ടീത്തുണ്ട്. ഓക്കെ, 4 ടീത്തുണ്ട്. അപ്പം ഹൗ മെനി നമ്പേർഡ് ഗ്രാജുവേഷൻ ആൻഡ് അൺനമ്പേർഡ് ഗ്രാജുവേഷൻ ആർ ദെയർ ഓൺ ദ ഡയൽ. ഡയലിനകത്ത് എത്ര നമ്പേർഡ് അൺനമ്പേർഡ് ഗ്രാജുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 16 ടീത്താണുള്ളത് അല്ലേ. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഈ ഒരു 16 ടീത്ത് വരുന്നത്. ഒരു ലീഡ് സ്ക്രൂവിൽ ത്രെഡ് പെർ ഇഞ്ച് ഇൻറ്റു ഡയലിലുള്ള ഗ്രാജുവേഷൻസ് ആണല്ലേ, ഡയലുള്ള ഗ്രാജുവേഷൻ. അപ്പം ഇവിടെ ലീഡ് സ്ക്രൂ 4 ത്രെഡ് പെർ ഇഞ്ചാണെന്ന് കാണിച്ചിട്ടുണ്ട്. 4 ഇൻറ്റു സോ നമുക്ക് 16 കിട്ടണമെങ്കിൽ എത്ര വേണം? 4 ഇൻറ്റു 4 എടുത്താലാണല്ലോ 16 കിട്ടുന്നത്. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ആൻസറിലേക്ക് വരാം. ത്രെഡ് പെർ ഇഞ്ച് 4 ആണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ലീഡ് സ്ക്രൂവിൽ 1 ഇഞ്ചിൽ എത്ര ത്രെഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡയലിലുള്ള നമ്പേർഡ് ഗ്രാജുവേഷൻ ആണ്. അൺനമ്പേർഡ് ഗ്രാജുവേഷൻ അല്ല, നമ്പേർഡ് ഗ്രാജുവേഷൻസ് ആണ്. 4 നമ്പേർഡ് ഗ്രാജുവേഷൻസും 4 അൺനമ്പേർഡ് ഗ്രാജുവേഷൻസ് കൂടിയിട്ട് 8 ടോട്ടൽ ഗ്രാജുവേഷൻ ആണ് ഡയലുള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ഫിറ്റർ ലെവലുള്ള മറ്റ് എക്സാമുകൾക്കൊക്കെ യൂസ് ചെയ്യും. ഇതുവരെയും PSCയിൽ ഇത്തരത്തിലുള്ള ചോദ്യം വന്നു കണ്ടിട്ടില്ല. പക്ഷേ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുക ഈ കാര്യങ്ങൾ കൂടി. ഓക്കെ, താങ്ക് യു.